ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നവ്യ നായരുണ്ടല്ലോ, നമ്മുടെ നവ്യ നായരുടെ ചാനലിലൊരു വീഡിയോ ഇപ്പോൾ ഈ അടുത്തായിട്ട് അവരൊരു വീഡിയോ ഇട്ടിരുന്നു. അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു ഫേഷ്യൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം ഞാനിത് ഈ ഒരു ഫേഷ്യൽ ഇതിന് മുമ്പ് ചെയ്തില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു ഫേഷ്യൽ നമുക്കും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സും അങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. അതിൽ ഓൾ എന്ന ബട്ടൺ തന്നെ ഒന്ന് അമർത്തണം. പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തൈരാണ് എടുക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഫി പൗഡർ, ഞാൻ 2 രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് വല്ല തരിയൊന്നുമില്ലാത്ത പൊടിയാണ്. അരിപ്പൊടിയാണെങ്കിലും നല്ല നൈസായിട്ടുള്ള പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് അങ്ങനെ വലിയ സ്ക്രബിംഗ് ഒന്നും വരത്തില്ല. എന്നാലും നമ്മൾ ജെൻറ്റലായിട്ടൊന്ന് ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്കിതിനെ കഴുകാം. കഴുകില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഒരു കോട്ടൺ വെച്ച് തുടച്ച് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം. ഞാൻ കഴുകാൻ പോവാണ്, ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനത് സ്ക്രബ് ചെയ്തു, അതൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി ആ നവ്യയുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മസാജിങ് ആണ്. അത് അവർ അലോവേര വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ജെല്ലെടുത്തിട്ട് അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് അതിന് ഐസ് ക്യൂബ് ആക്കി മസാജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് അതിൽ നിന്നുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാനതൊരു ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഫ്രീസറിലൊന്നും വെച്ച് ഐസ് ക്യൂബ് ആക്കാത്ത അലോവേര അതിനെ ഒന്ന് വെച്ചിട്ട് മസാജ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു പീസാക്കി അലോവേര കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ 2 സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മളിങ്ങനെ വലിച്ചിളക്കിയെടുക്കണം. വേണ്ടോ? ഇനി ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നഖം വെച്ചിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ അതിന് നീരൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അലോവേര വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അലോവേര ജെല്ലിൽ വീണ്ടും ഇതിൻ്റെ ആ ഒരു നീര് ഡ്രൈ ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നഖം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ അലോവേര ജെല്ല് മാറ്റിയിട്ട് നമ്മൾ ഫേസിലായ ആ ജെല്ല് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം എനിക്ക് വലിയ രീതിക്കൊന്നും അങ്ങനെ മസാജ് ചെയ്യാൻ അറിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും മുകളിൽ നിന്ന് താഴ്ന്ന് മുകളിലോട്ട് മാത്രമാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു വിധമൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അബ്സോർവ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് അതിൽ കാണിക്കുന്ന ആദ്യം ബേസൻ പൗഡറാണ്, അതായത് കടലമാവാണ്.
അത് ഞാൻ ഇത്രത്തോളം എടുത്തു. ഒരു ടീസ്പൂൺ എടുത്തു. പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ്, അതും വളരെ കുറച്ച്, ഞാൻ ഒരു 2 പിഞ്ച് അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ കോഫി പൗഡർ, പിന്നെ അതിലോട്ട് തൈര്, ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, അപ്പം നല്ലൊരു ഫേസ് പാക്ക് ആക്കി നമുക്ക് കിട്ടി. അപ്പം ഞാൻ നേരത്തെ തേച്ച അലോവേര ജെൽ അത് ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ, അത് എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട്, അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് വലിയ തരിതരിപ്പൊന്നുള്ള ഒരു ഫേസ് പാക്ക് അല്ല, കാരണം ഇതിൽ നമ്മൾ ബേസൻ പൗഡറും പിന്നെ നമ്മുടെ കോഫി പൗഡറാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള പൗഡറാണ് ബ്രൂവിൻ്റെ. അപ്പം അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടും തരിതരിപ്പൊന്നുമില്ല, നല്ല നൈസായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു കേട്ടോ. കഴുകി വന്നപ്പോൾ ഇതാണ് പിന്നെ ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയപ്പോൾ നവ്യ നായരുടെ ഫേഷ്യലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഫേസ് പാക്ക് അത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിൽ ഒരു സംഭവം മിസ്സായിപ്പോയി. നവ്യ നായർ ഫേസ് പാക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഹണി കൂടെ ചേർത്തായിരുന്നു. എനിക്കിവിടെ ഹണി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഹണിയും കൂടെ ചേർത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ഒരു സ്റ്റെപ്പ്, അതും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനൊരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുക്കണം. എൻ്റെ കത്തിയാണ്, നിങ്ങൾ ആരും പേടിക്കരുത്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ട് ആ പാലിലോട്ട് ഈ ബീട്രൂട്ട് മുക്കി നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ആ ബീട്രൂട്ട് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ആ ബീട്രൂട്ടിൻ്റെ നീരും ഈ പാലും എല്ലാം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടാകും. അപ്പോൾ രണ്ടിൻ്റെയും ഗുണം നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ പാലിൽ ബീട്രൂട്ട് അരച്ചെടുത്തതിന് ശേഷം അത് ഫേസിലിട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ ഇതുപോലെയാണ് നവ്യ നായർ ഇതുപോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ അങ്ങ് ചെയ്യുവാണ്. ഫേസ് ഫുള്ളായിട്ട് ബീട്രൂട്ട് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വലിയ മാജിക്കൊന്നും സംഭവിച്ചില്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാസത്തിലൊരിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യൽ തന്നെയാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.